ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗോൾഡൻ ക്രീപ്പർ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ എല്ലാ കുട്ടികൾക്കും ഹോളിഡേയ്സ്, അതായത് വെക്കേഷൻ സ്റ്റാർട്ടായി. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ടായാൽ എല്ലാവരും ചിന്തിക്കും, അമ്മമാരായാലും കുട്ടികളായാലും. അമ്മമാർ കുട്ടികളെ പറ്റിയിട്ടുള്ള വറീഡായിരിക്കും. കാരണം ചില കൂട്ടർ ജോലിക്ക് പോകുന്ന കൂട്ടരായിരിക്കും, ചില കൂട്ടർ വീട്ടിലുള്ള കൂട്ടർ തന്നെയായിരിക്കും. മീൻസ് കുട്ടികൾ വീട്ടിലുണ്ടാകും. കുട്ടികളെന്നാ ചിന്തിക്കുക, ഇന്ന് എഴുന്നേറ്റ് നമ്മൾ ഇന്നെന്ന കാര്യം ചെയ്യുക. കാരണം ദിവസവും സ്കൂൾ പോയിട്ടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പോലെയല്ല റൊട്ടീൻ. ഹോളിഡേയ്സ് സമയത്ത് നമ്മൾ എന്തായാലും ലേറ്റായിട്ട് എണീക്കും, ലേറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം ചെയ്യുക. ഭക്ഷണ രീതികൾ എല്ലാം ഓൾ ടുഗെദർ എല്ലാം ഒരു മാറ്റങ്ങളാണ് ഉണ്ടാവുക. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും ചെയ്യാനുണ്ടാവില്ല പ്രത്യേകിച്ച്. എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്, എന്നാ ചെയ്യാനില്ല, അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഉറങ്ങാം എന്ന്. അപ്പം അങ്ങനെ ചിന്തിക്കണ്ട. കാരണം ദിവസം നമുക്ക് സ്കൂൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ സ്കൂളിലോ കോളേജിലോ എവിടെയും പോകുന്നതിന് ആ റൊട്ടീൻ ഉണ്ടാവുമല്ലോ. റൊട്ടീൻ അത് നമ്മൾ ഇപ്പം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകണം. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ ചേഞ്ചസ് എല്ലാം വരും. പെട്ടെന്ന് ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ബോഡിക്ക് ഒരു ഷോക്ക് കിട്ടിയ പോലത്തെ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോൾ എന്നാക്കണം, രാവിലെ നമ്മൾ റെഗുലറായിട്ട് എഴുന്നേൽക്കുന്ന പോലെ തന്നെ നമ്മൾ എണീക്കുക. നമ്മൾ ദിവസം എന്താ ചെയ്യുക അതൊക്കെ ചെയ്യുക. എന്നിട്ട് പിന്നത്തെ കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവുമൊന്നും വേണ്ട. ഇപ്പോൾ വീട്ടിൽ ഉള്ള അമ്മമാർ ഉണ്ടെങ്കിൽ, വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ, വീട്ടിൽ നിന്ന് തന്നെയാണ് ജോലി എടുക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ കുട്ടികൾ എന്താക്കണം, കുട്ടികൾ അമ്മേനെയും അച്ഛനെയും ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കിച്ചണിൽ ആ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യാം. അവരെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇത്രയും ദിവസം അമ്മ ഉണ്ടാക്കിയിട്ടോ അല്ല അച്ഛൻ ഉണ്ടാക്കിയിട്ടോ ആണല്ലോ കുട്ടികൾക്ക് സെർവ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള ഒരു അവസരവും കൂടി ആയിരിക്കും അല്ലേ. ചില കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയുന്നുണ്ടാവില്ല, ചില കുട്ടികൾക്ക് അറിയായിരിക്കും. അപ്പോൾ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊരു ന്യൂ ലെസൺ ആയിരിക്കും. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ഓരോരു ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതെല്ലാം വീട്ടിൽ എവിടെയാണ് ഇല്ലേ ഒന്നും ചില കുട്ടികൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഇപ്പം വേറെ എവിടെയെങ്കിലും നമുക്ക് പോവുകയാണെങ്കിൽ, അതായത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മളിപ്പോൾ സ്ഥലത്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണമെങ്കിൽ, നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, ബേസിക്കായിട്ടൊരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് എന്നുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മളത് ഇപ്പോഴേ നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് വൈകിട്ടതൊരു ഇതാവും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ചോറാക്കണമെങ്കിൽ ചോറും അരി മാത്രം ഉണ്ടായാൽ പോരല്ലോ. അരിൻ്റെ ഒപ്പം വെള്ളം വേണം, തീ വേണം, അത് യൂസ് ചെയ്യാനുള്ള മെത്തേഡ് എങ്ങനെയാണ്, അത് ഏത് പാത്രത്തിലാണ് കുക്ക് ചെയ്യേണ്ടത്, അത് എത്ര ടൈം എടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കുക്ക് ചെയ്തിട്ട് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ് എന്നാന്ന്, വെള്ളം അതിൻ്റെ അകത്തു നിന്ന് മാറ്റണം. അപ്പോൾ അതിന് വേറെ പാത്രം വേണം, അതിന് എത്ര സൈസുള്ള പാത്രം വേണം, അങ്ങനെയൊക്കെ പഠിക്കാനുള്ള കുറേ വെറൈറ്റീസ് ഓഫ് സംഭവം നമ്മളെ വീട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലും കൂടെ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പെൺകുട്ടികൾ ചിലപ്പം ഒക്കെ അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാവുമായിരിക്കും, ചെയ്യുന്നുണ്ടാകും. പക്ഷേങ്കിൽ ആൺകുട്ടികളും ആൺകുട്ടികളും ഈ അമ്മേനെയും അച്ഛനും കിച്ചണിൽ സഹായിച്ചാൽ ഒന്നും ഒന്നും മോശമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് നമുക്ക് യൂസ് ആവും. പിന്നെ നമുക്ക് കിച്ചണിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് തന്നെ ഒന്നുമില്ല. കിച്ചണിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ടൈം പോകൂ, അല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ടൈം സ്പെൻഡ് ആക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന കൂട്ടർക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടില്ല, ഇപ്പോൾ ഗാർഡനിങ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചെടി നട്ടാലും ആ ഒരു ചെടീനെ കെയർ ചെയ്യേണ്ട രീതികൾ നമുക്ക് പഠിക്കാം. ചെടി നടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാമാണ്, മണ്ണ് വേണം, മണ്ണില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ. കാരണം ഇപ്പോൾ കൊക്കോ പീറ്റോ
അങ്ങനത്തെ എന്തെങ്കിലും അതിന് ഒരു ചെടി വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അത് നിങ്ങൾക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണ്ണായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ എങ്ങനെയാണ് നടുമെന്ന് വെച്ചാൽ അതങ്ങനെ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു വിത്ത് നമ്മൾ ഒരു മണ്ണിലോ എവിടെയെങ്കിലും ഒന്ന് പാവി കഴിഞ്ഞാൽ, അതായത് നമ്മൾ സോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതിങ്ങനെ സീഡെല്ലാം ജെർമിനേറ്റ് ആയിട്ട് ഒരു ചെടിയായിട്ട് വളരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിൻ്റെ അത് നിങ്ങൾ ഒരു കെയർ ചെയ്യുമ്പോൾ അതും നിങ്ങൾക്കൊരു എഫേർട്ട് എടുത്ത് കെയർ ചെയ്യുമ്പോൾ അതിലും ഒരു സന്തോഷം നിങ്ങൾക്ക് കാണും. കാരണം വളർന്നു വരുമ്പോൾ നിങ്ങൾ നട്ട ചെടി മീൻസ് സീഡ് നട്ടിട്ട് അത് ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഒരു ചെറിയൊരു ഹാപ്പിനെസ് നമുക്ക് കിട്ടും. അത് നട്ട് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കത് ഒരു ഇതാവില്ല. കാരണം എന്ത് ചെടി നട്ടിട്ട് ഇനി ഹോളിഡേയ്സിലാകുമ്പോൾ ഇനി ചെടി നട്ട് നടക്കണമെന്ന് ചിന്തിക്കണ്ട. അതും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ വന്നിട്ട് ചില കുട്ടികൾക്ക് ചിലപ്പം അച്ഛനും അമ്മയും വർക്കിനെല്ലാം പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ നിങ്ങൾ അവരെ ചിലപ്പം പറയാമേ നമുക്കൊന്ന് ടൂറിന് പോയാലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ. അപ്പോൾ അവരും കുറച്ച് കൺഫ്യൂസ്ഡാണ്. കാരണം എന്താ വെച്ചാൽ പണിക്ക് പോകുന്ന കൂട്ടർക്ക് ചില കൂട്ടർ വെക്കേഷനിലെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പ്ലാൻ ചെയ്യാതെ കൂട്ടർ ചിലപ്പോൾ പെട്ടുപോകും. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഓരോരോ അവസ്ഥയിലുണ്ടാവുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. കുട്ടികൾ എന്നെ പറയുമല്ലോ, അങ്ങനെ അവിടെ പോകണം ഇവിടെ പോകണം അത് ആക്കണം ഇതാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ആൺകുട്ടികളൊന്നും ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് വീട്ടിലെപ്പം കുത്തിരിപ്പിക്കാൻ പറ്റില്ലല്ലോ. കാരണം അവർ അപ്പം ഫ്രീ ബേർഡ്സ് ആയിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളല്ലേ. പക്ഷേങ്കിൽ നമ്മൾ ആലോചിക്കണം, നമ്മളെപ്പോൾ ഫ്രീ ബേർഡ്സ് ആയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ കുറേ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഇപ്പം തന്നെ എന്ന് വെച്ചാൽ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ട് ഈ ഡ്രഗ്സിൻ്റെതും അതും ഇതും കുത്തും കൊലയും എല്ലാം. അപ്പം നിങ്ങളെല്ലാം എന്ന് വെച്ചാൽ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്താലാണ് നമുക്ക് ഒന്ന് സേഫായിട്ടുള്ള സോണിൽ നിൽക്കാൻ പറ്റും. സേഫായിട്ടുള്ള സോൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് മിനിമൈസ് ചെയ്യുക. നമുക്ക് കുറേ ഗാംഗിൽ പോയിട്ട് നമ്മൾ എപ്പം പെടാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്സ് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട്സ് സർക്കിൾ വേറെ, സ്കൂൾ ഫ്രണ്ട്സ് സർക്കിൾ വേറെ, അങ്ങനെ എല്ലാ ഫ്രണ്ട്സ് സർക്കിളിലും പോയിട്ട് നമ്മൾ പെടാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറേ കേസസ്, അതായത് കുറേ കേസസ് നമ്മൾ കേൾക്കുന്നുണ്ട് ഡ്രഗ്സിൻ്റെത്. എന്താണ് ചില കുട്ടികളെന്ന് വെച്ചാൽ പൈസ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഓരോന്ന് കാരിയർ ആവുന്നെന്ന് അങ്ങനത്തെ എല്ലാം സംഭവങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒന്നും കേസസിലൊന്നും പെടാണ്ടിരിക്കുക. കാരണം അതെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് വളരെ മോശമായിട്ട് നമ്മളത് എഫക്റ്റ് ചെയ്യും നമ്മളുടെ ലൈഫിൽ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കര കെയർഫുള്ളായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. കുറേ ഫ്രണ്ട്സ് സർക്കിളിൽ പോയി പെടുമ്പോൾ അന്ന് നമ്മൾ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങൾ നമുക്ക് വരിക. കാരണം അറിയാണ്ടും നമ്മൾ ചിലപ്പോൾ അറിയാണ്ടും നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കും. കാരണം അറിയാണ്ട് ഓരോരോ ബാഗിലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് പെട്ടുപോകും. കാരണം എന്ന് വെച്ചാൽ ചില കൂട്ടർ ചെയ്യുന്നത് ഈ ഫ്രണ്ട്സിന് അറിയുന്നുണ്ടാവില്ല, അറിയാണ്ടാണ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നത് കൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പം തന്നെ ഒരു വല്ലാണ്ടാവുന്നത്. കാരണം ഓരോന്ന് സംഭവത്തിൽ പെട്ടിട്ട് ഒരു വിദ്യാർത്ഥി ഇങ്ങനെ കൊല്ലപ്പെട്ടല്ലോ ഈ SLC പരീക്ഷേൻ്റെ മുന്നേ. അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ എല്ലാം എന്ന് വെച്ചാൽ ഗ്യാങ്ങിൽ പോയി പെടാണ്ട് നോക്കുക. വളരെ ചുരുക്കം ഫ്രണ്ട്സിനെ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഡെയിലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പാരൻസിനോട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ നോക്കുക. ചില കുട്ടികൾ പേടിച്ചിട്ട് കാര്യങ്ങളൊന്നും പറയില്ല. അപ്പം പേടിക്കാണ്ട് അവർ എന്തെങ്കിലും ഒരു ഓഡായിട്ടുള്ള സംഭവം നമ്മളെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ
എന്തായാലും നമ്മളത് നമ്മളെ പാരൻസിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. കാരണം എന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഒരു കാര്യം പറയാണ്ട് നിന്നിട്ട് നമ്മൾ വയ്യ അതൊരു വലിയൊരു കാര്യത്തിലെത്തുമ്പോൾ പിന്നെ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിന്നല്ല, നമുക്കത് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ കുട്ടികൾ ഏത് കാര്യങ്ങളും അത് ചെറിയ ചെറിയ കാര്യം ദിവസത്തിൽ എന്നാൽ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ പാരൻസിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ചില കുട്ടികൾക്ക് പേടിച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം പറയും, ചില കുട്ടികൾ ഒന്നും പറയുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കാണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാരൻസിനോട് ഡിസ്കസ് ചെയ്യണം. കാരണം നമ്മൾ പേടിച്ചിട്ടാണ് പലതിലും നമ്മൾ പോയി പെടുന്നത്. ആ പേടി നമ്മൾ മാറ്റണം. കാരണം എന്ന് വെച്ചാൽ ആ പേടി ഇല്ലത് കൊണ്ടാണ് ഇന്ന് പല സംഭവങ്ങളും ഇതുപോലെ ആത്മഹത്യ അങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ആ ധൈര്യം നമ്മൾ എപ്പോൾ കൊണ്ടുവന്ന് ഇപ്പോഴേ നമ്മളത് വളർത്തിയെടുത്താൽ, നമ്മളത് പാരൻസിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കൊരു റിലീഫ് കിട്ടും. അല്ല അച്ഛൻ അറിഞ്ഞാലോ അല്ല അമ്മ അറിഞ്ഞാലോ എന്നാ പറയുക, അതിനെ കൊണ്ട് നമുക്ക് ആ ഒരു എന്താണ് അവരൊന്നും വഴക്ക് പറയുമോ ആ രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മളത് ഒളിച്ചു വെക്കുന്നത്. അപ്പം അങ്ങനെയൊന്നും ഒളിച്ചു വെക്കാണ്ട് നമ്മൾ ഇല്ല കാര്യങ്ങൾ അത് അപ്പം അത് പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളത് പഠിക്കണം. എന്നാലും നമുക്ക് ആ പേടിയില്ലാണ്ടിക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്ക് പേടിച്ചിട്ടാണല്ലോ ഇന്നത്തെ കാലത്ത് ഓരോന്ന് സംഭവിക്കുന്നത്. അപ്പോൾ ആ പേടി അങ്ങ് നമ്മൾ മാറ്റണം. നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കിട്ടുമോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ചിന്തിക്കണ്ട. അങ്ങ് പറയും അച്ഛനും അമ്മേനോട്. അച്ഛനും അമ്മ എന്നാ ചെയ്യുക, കൂടുതൽ വന്നാലും ഒന്ന് ഉപദേശിക്കും. ആ ഉപദേശം നമ്മൾ കുറച്ച് സമയം കേട്ട് നിന്നാൽ അവർ എന്തായാലും അത് ഒരു വഴി നമുക്ക് കണ്ടെത്തി തരും. അപ്പോൾ കുട്ടികൾ അതിനൊന്ന് ശ്രമിക്കണം. കാരണം എന്തെന്നുണ്ടെങ്കിലും അച്ഛനും അമ്മേനോട് പറഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങൾ കൂളായിട്ട് കൊണ്ടുപോകാൻ പഠിക്കും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെക്കേഷൻ വന്ന് നമ്മൾ ദിവസം ഉറങ്ങി തീർക്കാണ്ട് നമ്മൾ എന്താക്കണം, ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമ്മൾ റൂമും നമ്മൾ ഇപ്പോൾ സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിൽ സ്റ്റഡി ടേബിൾ അതെല്ലാം ഒന്ന് നീറ്റ് ആൻഡ് ക്ലീനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും എല്ലാം വേർതിരിച്ചിട്ട് ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് നമ്മൾ റൂം വെക്കാൻ പഠിക്കണം. നമ്മൾ ചെറുപ്പത്തിലേ അത് പഠിച്ചാലാണ് നമുക്ക് ആ ഭാവിയിലും നമ്മൾക്ക് അതിനെ കൊണ്ട് യൂസസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ക്ലീനായിട്ട് വെച്ചതിനെ കൊണ്ട് നമ്മൾ സംഭവിക്കാൻ പോകുന്നൊന്നുമല്ല. നമ്മൾ ഇപ്പോഴേ അത് ചെയ്ത് പഠിച്ചാലാണ് നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് റൂൾ ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഒരു ചിട്ടയുണ്ടാവും. ഓക്കെ, അതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെയ്യുമ്പോൾ നമുക്കതൊരു വളർന്നു വരുമ്പോൾ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ചെറിയൊരു കാര്യത്തിൽ നിന്നായിരിക്കുമല്ലോ ഒരു വലിയ അച്ചീവ്മെൻറ്റ്സിലേക്ക് പോവുക. അപ്പം നമ്മൾ റൂമും വീടും പരിസരവും എല്ലാം ക്ലീനായിട്ട് വെക്കുക. അത് നമ്മൾ ഇപ്പോഴേ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് ക്ലീനിങ് വെറും അമ്മ മാത്രം ചെയ്യണം, അല്ല ക്ലീനിങ് വെറും സിസ്റ്റേഴ്സ് മാത്രം ചെയ്യേണ്ട പണിയാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അത് ചെയ്യാൻ പാടില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ആരായാലും എല്ലാവരും ഈക്വലായിട്ട് അവരവരെ വീട് ക്ലീൻ ചെയ്യാൻ പഠിക്കണം. ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് വെക്കണം. എന്നിട്ട് പ്രൂവ് ചെയ്യണം, അച്ഛനും നമുക്കും കാണിച്ചു കൊടുക്കണം നമുക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന്. അപ്പം അതൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണ് ഇപ്പം ഭയങ്കര ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കണം. നമ്മൾ സിസ്റ്റമിനെ നമ്മൾ കൂളാക്കിയിട്ട് വെക്കണം. എന്നാലേ നമുക്കൊരു നല്ലൊരു ബോഡി ഉണ്ടാവും. പിന്നെ ഈ പുറമേ ഇങ്ങനെ വെയിലത്തും ചൂടത്തും ഒന്നും പോയിട്ട് ആരും ഇങ്ങനെ കളിക്കാനൊന്നും പോകുമൊന്നും വേണ്ട. വെയിലെന്തെല്ലാം ഒന്ന് അടങ്ങി എന്നിട്ട് നമുക്ക് പുറത്തെല്ലാം പോകാം, ഫ്രണ്ട്സുമാരുടെ അടുക്കെല്ലാം ഒന്ന് കറങ്ങാം. ഓക്കെ, അങ്ങനെ. അപ്പം ഇത്രമാത്രയിലും പറയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ടൊന്ന് കമൻറ്റും കൂടെ ചെയ്യണേ പ്ലീസ്.